ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ അറൗണ്ട് 30% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ ഫ്ലാറ്റ് ഫൂട്ടാണ്. സോ ബേസിക്കലി അതൊരു അസുഖമായിട്ട് കൂട്ടുന്ന കാര്യം ആദ്യം മറക്കുക. അതൊരു അസുഖമല്ല. കുട്ടികളുടെ കണ്ടീഷൻ വരുമ്പോൾ ഈ ഒരു ഫ്ലാറ്റ് ഫൂട്ടാകുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഈ ഒരു ടാലസ് എന്ന് പറഞ്ഞ ബോൺ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ആവും. അപ്പോൾ നമുക്ക് കാലിൻ്റെ ഈ ഒരു ആർച്ച് എന്നുള്ള സാധനം സ്ട്രെയിറ്റ് ആയി മാറും. ഈ സ്ട്രെയിറ്റ് ആകുമ്പോൾ ആ മിഡിൽ സൈഡിലുള്ള സ്ട്രക്ചേഴ്സ് സ്ട്രെച്ച് ഔട്ട് ആയിട്ട് അവിടെ നമുക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യും. സെക്കൻഡ് തിങ്, കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ഈ ഫ്ലാറ്റ് ഫൂട്ട് കാരണം നീസ് നമ്മൾ നോക്ക് ചെയ്യുന്നതുകൊണ്ട് വരാൻ പറ്റും. അഡൾട്ട് ആവുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ ടൈം വരുന്നത് ഒന്നല്ലെങ്കിൽ ഇതേപോലെ ഫസ്റ്റ് പറഞ്ഞ കണ്ടീഷൻ, അല്ലെങ്കിൽ അവർക്ക് ഫ്ലാറ്റ് ഫൂട്ട് കാരണം ആർത്രൈറ്റിസ് ആയിട്ട് ആ ഒരു ഭാഗത്തെ ഫൂട്ടിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഓരോ ആളുകൾക്കും അവരുടേതായ രീതിക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവുന്നത്. ബേസിക്കലി നമുക്ക് ഈ ഒരു ആർത്രൈറ്റിസ് ഒഴികെ ബാക്കിയുള്ള ആർത്രൈറ്റിസ് ആണെങ്കിൽ പോലും ബാക്കിയുള്ള എല്ലാ കണ്ടീഷൻസിനും ബേസിക് ട്രീറ്റ്മെൻറ്റ് ആദ്യം ഒരു ഫുഡ് സ്കാൻ ചെയ്യുക. ഫുഡ് സ്കാൻ ചെയ്തിട്ട് എങ്ങനെയാണ് കാലിൻ്റെ രൂപകൽപ്പന നോക്കുക, എന്നിട്ട് ഒരു കസ്റ്റമൈസ്ഡ് ഇൻസോൾസ് യൂസ് ചെയ്യാം. തേർഡ് തിങ്, നമുക്ക് മീഡിയൽ സൈഡിലെ സ്ട്രക്ചേഴ്സിൻ്റെ ഒരു സ്ട്രെങ്തനിങ് എക്സസൈസും അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് ഫിസിയോതെറാപ്പി എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞിട്ടും പെയിൻ പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് സർജിക്കൽ ഓപ്ഷൻ.